ഏഷ്യാനെറ്റിൻ്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായതിന് പിന്നാലെ ഒരു സന്തോഷ വാർത്ത അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസ് വൈകാതെ ഇത്രയും കാലം സൂക്ഷിച്ച ഒന്നാം സ്ഥാനത്തു നിന്ന് താഴേക്ക് പോകുന്ന അവസ്ഥയിലേക്കാണ് ഏറ്റവും ഒടുവിലത്തെ ബാർക്ക് റേറ്റിംഗ് വന്നിരിക്കുന്നത്. അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല. ഇത്രയും കാലം മലയാള ന്യൂസ് ചാനൽ രംഗം അടക്കിവാണ് അജയ്യരായി ഇത്രയും കാലം നൂറ്റാണ്ടിലധികം 30 വർഷത്തോളം ഒന്നാം സ്ഥാനം അലങ്കരിച്ച ഏഷ്യാനെറ്റ് ന്യൂസ് അധികം വൈകാതെ റേറ്റിംഗിൽ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഏറ്റവും ഒടുവിലത്തെ ബാർക്ക് റേറ്റിംഗ് അതിനു മുമ്പുള്ള റേറ്റിംഗും കമ്പയർ ചെയ്യുമ്പം മാർച്ചിൽ തന്നെ 2 റേറ്റിംഗ് വന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തെ റേറ്റിംഗിൽ ഏഷ്യാനെറ്റിൻ്റെ തൊട്ടരികിൽ മറ്റൊരുതൻ വന്നിരിക്കുന്നു, നമ്മുടെ റിപ്പോർട്ടർ ചാനൽ, മരമുറി ചാനൽ. പോയിന്റ് വ്യത്യാസം 10 മാത്രമായിട്ട് ചുരുങ്ങി, 1ാം സ്ഥാനക്കാരനും 2ാം സ്ഥാനക്കാരനും തമ്മിലുള്ളത്. മുമ്പൊക്കെ ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് റേറ്റിംഗ് എന്ന് പറയുന്നത് റേറ്റിംഗ് 100ഉം 120 ആയിരുന്നത് കുറഞ്ഞു 100ന് താഴെ പോയി 90ആയി 80ആയി ഇപ്പം അത് 78ൽ വന്ന് നിൽക്കുന്നു. തൊട്ടടുത്ത് പതുക്കെ ചവിട്ടി പിടിച്ച് അടിവെച്ച് റിപ്പോർട്ടർ TV 68.90 എന്ന് പറഞ്ഞാൽ 69ൽ എത്തിയിരിക്കുന്നു. ഏഷ്യാനെറ്റ് 78.12. 2 ചാനലും തമ്മിലുള്ള വ്യത്യാസം 10 പോയിന്റ് മാത്രം. ഈ രീതിയിൽ പോയാൽ ഈ 10 പോയിന്റ് മറികടക്കാൻ 2ാം സ്ഥാനത്ത് വന്ന റിപ്പോർട്ടർ ചാനലിന് അധികം നാൾ വേണ്ട. അതിനു മുമ്പ് ഇത്രയും കാലം 1-2 വർഷമായിട്ട് 2ാം സ്ഥാനം അലങ്കരിച്ചിരുന്ന ശ്രീകണ്ഠൻ നായരുടെ 24 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ 2-3 മാസത്തെ റേറ്റിംഗിൽ അങ്ങനെ വന്നിട്ടുണ്ട്. 24 അങ്ങനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പണ്ടത്തെ പോലെ തന്നെ മനോരമ 4ാമതും മാതൃഭൂമി 5ാമതും, മാതൃഭൂമി ചാനൽ 5ാമതും. അവരിങ്ങനെ ചത്തതിന് മുക്കുമേ ജീവിച്ചിരിക്കലും പോലെ ഇങ്ങനെ മന്ദം അങ്ങനെ കിടക്കുന്നു. കുതിക്കുന്നത്, മത്സരിക്കുന്നത് മറ്റ് ചില ചാനലുകളാണ്. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഗതി എന്താണെന്നുള്ളത് അവിടെ ഇരിക്കുന്നവർ മനസ്സിലാക്കുക. ശശികുമാറും അതുപോലെ TN ഗോപകുമാറും ഒക്കെ ചേർന്ന് വലിയൊരു ടീം തുടങ്ങി വെച്ച ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചതാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. എത്രയോ കാലം മലയാളിയുടെ ചിന്താപദ്ധതിയെ സ്വാധീനിച്ച, രാഷ്ട്രീയ വീക്ഷണങ്ങളെ സ്വാധീനിച്ച ഒരു ചാനലാണ് ഇന്നിപ്പോൾ സംഘപരിവാരത്തിൻ്റെ കൈകളിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ മുതലാളിയാണ് നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ അദ്ദേഹത്തിന് അധ്യക്ഷ പദവി ഏറ്റതിന് ശേഷം തന്നെ സ്വന്തം ചാനൽ കൂപ്പുകുത്തുന്നത് കാണാനുള്ള യോഗമാണെന്നുള്ളത് പറയേണ്ടി വരുന്നു. അതിൽ ഖേദിക്കരുത്, പറയാതെ വയ്യ. അപ്പോൾ ഏഷ്യാനെറ്റ് 78.12, റിപ്പോർട്ടർ 68.90. നേരത്തെ അവർ കഴിഞ്ഞ റേറ്റിംഗിൽ 67 ആയിരുന്നു, അത് 68.90 ആയി വർദ്ധിപ്പിച്ചു. 24 നേരത്തെ 61-74 ആയിരുന്നു, അവർ 64-56 ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിലും അതിനെ മറികടന്നുകൊണ്ടാണ് റിപ്പോർട്ടർ TV 2ാം സ്ഥാനത്തേക്ക് കുതിച്ച് എത്തിയിരിക്കുന്നത്. മനോരമ വളരെ പിന്നിൽ, അതായത് 1, 2, 3 സ്ഥാനക്കാർ തമ്മിൽ ടൈറ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ അതിനും പിന്നിൽ 4ാമത് വരുന്ന മനോരമ ന്യൂസ് ബഹുദൂരം പിന്നിലാണ്. മുന്നിലല്ല, പിന്നിൽ. അതായത് മനോരമയുടെ 37.72% മാത്രം റേറ്റിംഗ്. മുൻ റേറ്റിംഗിലെ ഈ ആഴ്ചയ്ക്ക് തൊട്ടുമുള്ള ആഴ്ചയിലാണെങ്കിൽ അത് 36.6. 36.6ൽ നിന്ന് 37.72ലേക്ക് വന്നെങ്കിലും അതൊരു ചെറിയ വളർച്ച മാത്രം. പക്ഷേ മറ്റുള്ളവർ ഇരട്ടിയിലധികത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് മനോരമയ്ക്ക് 37 ഉള്ളപ്പം 3ാം സ്ഥാനത്തുള്ള 24ന് 64.56. ഇനി മനോരമയും മാതൃഭൂമിയും തമ്മിൽ നെക്ക് ചെറിയ വ്യത്യാസമുള്ളൂ. 5ാം സ്ഥാനത്ത് വരുന്ന മാതൃഭൂമിക്ക് 29.98. നേരത്തെ 29.8. വലിയ വളർച്ചയില്ല, തളർച്ചയില്ല, അങ്ങനെ ചത്തതിന് മുമ്പേ ജീവിച്ചിരിക്കുക. ന്യൂസ് പിന്നെ വരുന്ന ജനൻ TV ആണ്. 6ാമത് ജനൻ TV കഴിഞ്ഞ റേറ്റിംഗിൽ 17.4%, ഇപ്പോഴത്തെ റേറ്റിംഗിൽ 16.76. ഏതാണ്ട് ഒരു പോയിന്റോളം ജനൻ TV യുടെ പ്രേക്ഷക സമൂഹം കുറഞ്ഞിരിക്കുന്നു
ഏഷ്യാനെറ്റിന് പറഞ്ഞതുപോലെ തന്നെ കൈരളി ടി വി നേരത്തെയുള്ള റേറ്റിംഗ് 13.4, ഇപ്പം 14.39. 1%-ലധികം വർധനവ് കൈരളി ടി വിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ഒരു വർധന വ്യൂവർഷിപ്പിൽ. ഇനി ന്യൂസ് 18 കേരള സ്ഥിരം 9ാം സ്ഥാനം അലങ്കരിക്കുന്ന ന്യൂസ് 18 കേരളയ്ക്ക് മുൻ റേറ്റിംഗ് 12.5, ഇപ്പോൾ അത് 13.15. 1%-ന്റെ ചെറിയ ഇൻക്രീസ് മാത്രം. മീഡിയ വൺ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കൂപ്പുകയാണ്. 6.6 ഉണ്ടായിരുന്നത് കഴിഞ്ഞ റേറ്റിംഗിലുണ്ടായിരുന്നു, ഇപ്പോൾ അത് 5.39 കുറഞ്ഞിരിക്കുന്നു. വേണു ബാലകൃഷ്ണൻ അവിടെ മീഡിയ വണ്ണിനെ രക്ഷിക്കാൻ ചെന്നിട്ടും യാതൊരു രക്ഷയില്ല. ഇതിനിടയ്ക്ക് ഒരു ഡാർക്ക് ഹോഴ്സ് ഉണ്ട്, ഒരു കറുത്ത കുതിര. അതിനെപ്പറ്റി പറയാനാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത്. സത്യത്തിൽ തുടങ്ങിയിട്ട് മാസങ്ങൾ മാത്രമായ ഒരു ചാനൽ, ഒരു ന്യൂസ് ചാനൽ, പേര് ന്യൂസ് മലയാളം 24x7. ഈ ന്യൂസ് മലയാളം 24x7 ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് 6ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ബാർക്ക് റേറ്റിംഗിൽ വരെ ആ ചാർട്ടിൽ വരാതിരുന്ന ഒരു ചാനലാണ് ന്യൂസ് മലയാളം 24x7. പക്ഷെ ഇത്തവണ ആദ്യമായിട്ട് ഒരു ബാർക്ക് റേറ്റിംഗിൽ വന്നിരിക്കുന്നു. അത് നല്ലൊരു പോയിന്റോടെ 17.45 റേറ്റിംഗുമായിട്ട് 6ാം സ്ഥാനത്ത് ന്യൂസ് മലയാളം 24x7 എത്തിയിരിക്കുന്നു. പിന്നിലുള്ള ന്യൂസ് 18, കൈരളി, ജനം ടി വി എന്നിവയെ മറികടന്ന് ന്യൂസ് മലയാളം 24x7 17.5 പോയിന്റുമായി 17.5 പോയിന്റുമായി 6ാം സ്ഥാനം കൈയടക്കി. ഇങ്ങനെ പോയാൽ വൈകാതെ ന്യൂസ് മലയാളം എന്ന പുതിയ ന്യൂസ് ചാനൽ മാതൃഭൂമിയെയും മനോരമയും മറികടക്കാൻ ബഹുദൂരം മുന്നോട്ട് പോവേണ്ടതില്ല. ഈ രീതിയിൽ പോയാൽ അവർക്ക് വൈകാതെ മാതൃഭൂമിയും മനോരമയും മറികടന്ന് മലയാളം ന്യൂസ് ചാനലുകളിൽ 5ാം സ്ഥാനത്തെത്താനുള്ള എളുപ്പവഴി, 4ാം സ്ഥാനത്തെത്താനുള്ള എളുപ്പവഴി തുറന്നു കിടക്കുന്നു. അതവരുടെ കണ്ടന്റ്, അതിൻ്റെ പ്രത്യേകതകൾ കൊണ്ടൊക്കെ ആവാം. എന്നാലും ഈ പോക്ക് പോയാൽ അടുത്തൊരു 1-2 റേറ്റിംഗ് കഴിയുമ്പോൾ, ഒരു മാസത്തെ റേറ്റിംഗ് കഴിഞ്ഞ് വരുന്ന റേറ്റിംഗിൽ ഒരുപക്ഷെ ന്യൂസ് മലയാളത്തിലെ മുത്തശ്ശിമാരായ മനോരമയും മാതൃഭൂമിയും തുടങ്ങിയ ചാനലുകളെ പിന്തള്ളി 4ാം സ്ഥാനം അലങ്കരിക്കുന്ന കാലം വിദൂരമല്ല എന്നാണ് ഈ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. പിന്നെ പൊതുവിൽ പറഞ്ഞാൽ ന്യൂസ് ചാനലുകളിൽ നിന്ന് പ്രേക്ഷകരാകുന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റിംഗ് താഴേക്ക് 100-ൽ താഴേക്ക് പോയിട്ട് മാസങ്ങളാവും. ഇത് തിരിച്ചു പിടിക്കുക അസാധ്യമാണ്. അതിൻ്റെ പ്രധാന കാരണം ഒന്ന്, ഈ ചാനലുകളുടെ നിലപാടുകൾ. പല വാർത്തകളും നുണവാർത്തകളാണെന്ന് ജനം കണ്ടു തുടങ്ങി. സത്യസന്ധമായി വാർത്തകൾ അവതരിപ്പിക്കുന്ന ഒരു ചാനലുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നതിൻ്റെ തെളിവാണ് ന്യൂസ് മലയാളത്തിൻ്റെ ഈ വളർച്ച സൂചിപ്പിക്കുന്നത്. 24 തുടങ്ങിയപ്പോഴും, ശ്രീകണ്ഠൻ നായർ തുടങ്ങിയപ്പോഴും ഞങ്ങൾ ഈ പ്രതീക്ഷ അന്ന് വെച്ചിരുന്നു. അന്നത്തെ തുടക്കം നന്നായിരുന്നു. അവർ അതിവേഗം മുന്നോട്ട് വന്നു. അവർ 3ാം സ്ഥാനത്തെത്തി. പിന്നെ 2ാം സ്ഥാനത്ത് അവരെത്തുന്നു. മനോരമയും മാതൃഭൂമിയെല്ലാം മറികടന്ന് വളരെ വേഗം 1 കൊല്ലത്തിനുള്ളിൽ തന്നെ 2ാം സ്ഥാനത്ത് അവരെത്തി. പക്ഷെ അതിനുശേഷം 24-ന്റെ ചില നിലപാടുകളും രാഷ്ട്രീയ നിലപാടുകളൊക്കെ അവരെ പിന്നോട്ടടിച്ചു. അവർ പിന്നിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. അപ്പോഴാണ് റിപ്പോർട്ടർ TV കയറി വന്നത്. ഇതേപോലെ ന്യൂസ് മലയാളം കയറി വരുന്നത്. അപ്പം സത്യസന്ധമായ വാർത്തകൾ കൊടുക്കാതെ ചാനലുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിന് കാരണം ജനങ്ങൾ സത്യം തേടി പോകുന്നത്, പ്രേക്ഷകർ പോകുന്നത് സോഷ്യൽ മീഡിയയിലേക്കാണ്. സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് ചാനലുകളും വെബ്സൈറ്റുകളും കൊടുക്കുന്ന വാർത്തകളുടെ സത്യസന്ധത തേടി പ്രേക്ഷകരും വായനക്കാരും അതിലേക്ക് ചേക്കേറുന്നു. കാലം മാറി, ഡിജിറ്റൽ യുഗമായി. അവിടെ ന്യൂസ് ചാനലുകളും പിന്തള്ളപ്പെടുന്നു എന്നുള്ള വസ്തുതയും നമ്മളിവിടെ കണ്ണു തുറന്ന് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാം. സത്യം പറയാതിരുന്നാൽ ഏഷ്യാനെറ്റിനെ ഇപ്പോൾ വരുന്ന ഗതി മറ്റു ചാനലുകൾക്കും വരും. ഏഷ്യാനെറ്റിൻ്റെ തകർച്ചയുടെ സൂചനയാണ്. ഇത്രയും കാലം മുടിചൂടാമന്നനായി നിന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ഇതാദ്യമായി 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളത് മലയാളത്തിലെ ന്യൂസ് ചാനലുകളുടെ എല്ലാം കണ്ണു തുറപ്പിക്കേണ്ടതാണ്. നിങ്ങളെ കൈവിട്ട് പ്രേക്ഷകരും വായനക്കാരും ഡിജിറ്റൽ മീഡിയയിലേക്ക്, ഓൺലൈനിലേക്ക് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. സാമൂഹിക മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ സത്യം വിളിച്ചു പറയുന്നു എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കി തുടങ്ങി എന്ന കാര്യവും നിങ്ങൾ